ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വിഷുവിന് കൊണ്ടുവന്ന പഴം നല്ലവണ്ണം പഴുത്തുപോയി. ഇതേപോലെ നിങ്ങളുടെ കയ്യിലും കാണും പഴുത്ത നേന്ത്രപ്പഴമോ മൈസൂർ പഴമോ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി എടുക്കാം. ഇതുകൊണ്ട് നമുക്കൊരു ഹൽവ തയ്യാറാക്കാം. ഇത് ആദ്യം കട്ട് ചെയ്തെടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെല്ലം, അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി കുറച്ച് സമയം ഇതേപോലെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. നെയ്യിലിട്ടൊന്ന് നന്നായിട്ട് വറുക്കാം. കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവ, വറുത്തതോ വറുക്കാത്ത റവയോ നിങ്ങൾക്ക് എടുക്കാം, അതുകൂടി ചേർത്ത് കൊടുത്ത് ഓയിലെല്ലാം വിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. വീണ്ടും ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്, പക്ഷേ ഞാൻ അധികം നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊന്ന് നമുക്ക് നല്ല ചൂടിലൊന്ന്, എല്ലാം മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഉണ്ടാക്കിയെടുക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നെയ്യൊക്കെ വിട്ട് വരുന്ന രീതിയിലാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല മണമൊക്കെ വരും. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ പേസ്റ്റ് അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈയെടുക്കാതെ തുടരെ നമുക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് പ്രയാസമാണ് ഇളക്കിയെടുക്കാൻ. നല്ലവണ്ണം ഇതേ രീതിയിൽ ഇളക്കി കൊടുക്കാം. നെയ്യ് വേണമെങ്കിൽ ഒരു 1/4 കപ്പ് നെയ്യ് ഞാൻ യൂസ് ചെയ്ത് കാണും. കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന വെല്ലത്തിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് കല്ലൊന്നും ഇല്ലാത്ത വെല്ലമാണ്. ഇവിടെ കിട്ടുന്ന വെല്ലത്തിൽ കല്ലൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഞാൻ അരിക്കുകയൊന്നും ചെയ്യാത്തത്. വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെല്ലത്തിൻ്റെ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വീണ്ടും നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിന് നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇതേപോലെ നല്ലവണ്ണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് നട്ട്സൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ബദാം, അതുപോലെ തന്നെ കാഷ്യൂ നട്ട്, ഇവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പൊടിയായിപ്പോയി. ജസ്റ്റ് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചെടുത്തത് കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഏലക്കായ്, കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പാനിൽ നിന്ന് വിട്ടു വരുന്ന രീതിയിലായിട്ടുണ്ട്. നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഹലുവ ഓൾമോസ്റ്റ് റെഡിയായിട്ടുണ്ട്. ഇതൊന്ന് മൗൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യൊക്കെ തടവിയിട്ടാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് ആ ഒരു മൗൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗീ തടയി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അടിഭാഗത്ത്. ഇനി ഒരു സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ ഒരു അരമണിക്കൂർ നമുക്ക് പുറത്ത് വെക്കാം. കുറച്ച് കാഷ്യൂ നട്ട് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് പുറത്തെടുക്കാം. ഇവിടെ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ഹൽവ, നേന്ത്രപ്പഴം കൊണ്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പലർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും. എന്നാലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.